അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വെറും 3 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു റെസിപ്പിയിലോട്ട് പോവാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 10 ഗുലാബ് ജാമുൻ വരെ തയ്യാറാക്കിയെടുക്കാം. വലുതാണെങ്കിലൊരു 6-7 വരെയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പാലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് അളവ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് തിളച്ച് തുടങ്ങുന്ന സമയം മുതൽ ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമറ അങ്ങ് ഓഫായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നൂൽപ്പരുവാകുന്ന ആ ഒരു സമയം വരെ ഒന്നും നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് കുറുകുന്ന ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് തിളച്ച് തുടങ്ങുന്ന സമയം മുതൽ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ ഞാനിതൊരു 10 പീസായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഗുലാബ് ജാമുനാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എണ്ണം കുറച്ചിട്ടങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ പീസായിട്ടെടുത്ത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ വരകളോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതിനുള്ളിലോട്ട് എണ്ണ നന്നായിട്ട് കുടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഞാനിവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഞാനിവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ചൂടോട് വേണം നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുന് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് അത് നന്നായിട്ട് തന്നെ ഇത് അബ്സോർബ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടെ താഴെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം തന്നെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി ഷുഗർ സിറപ്പിലോട്ട് മാറ്റാം. നല്ല ചൂടോടെ തന്നെ വേണം നമ്മളിത് ഷുഗർ സിറപ്പിലോട്ട് മാറ്റാനായിട്ട്. എങ്കിൽ മാത്രമേ നന്നായിട്ട് തന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇതങ്ങോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഷുഗർ സിറപ്പിലോട്ട് ഇതിടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇത് അതിലോട്ട് താഴ്ന്ന് നിൽക്കണം. അല്ലാതെ അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്നും കയറില്ല. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത്
ഒരു നൂൽപ്പരുവൊക്കെ ആകുകയാണെങ്കിൽ ഒരിക്കലും ഇതേപോലെ നന്നായിട്ട് അബ്സോർബായി കിട്ടില്ല. ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇതേപോലെ ഷുഗർ സിറപ്പിലിട്ടിട്ട് വെക്കണം. അതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതങ്ങ് അബ്സോർബ് ചെയ്യും. കുറച്ചുകൂടെ ഒരു കുഴിയുള്ള പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ ഇങ്ങനെ വലിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ബാക്കി കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി കൂടെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുകൂടെ കോരി ഷുഗർ സിറപ്പിലോട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുന് ഷുഗർ സിറപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഇല്ലെങ്കിലും നമുക്ക് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മറക്കാതെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.